ആൽബക്കോർ, വൃദ്ധൻ ഉറക്കെ പറഞ്ഞു. അവനൊരു സുന്ദരൻ ഇരയാവും. അവന് 10 പൗണ്ട് തൂക്കം കാണും. താൻ ഒറ്റയ്ക്കാവുമ്പോൾ ആദ്യമായി ഉറക്കെ സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴെന്ന് അയാൾക്ക് ഓർമ്മയില്ല. കുറെ മുമ്പ് അയാൾ താനെ പാടാറുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ചിലപ്പോൾ മീൻവള്ളങ്ങളിലോ ആമ പിടുത്ത തോണികളിലോ തനിയെ ചുക്കാൻ പിടിച്ചിരിക്കുമ്പോഴും അയാൾ പാടുമായിരുന്നു. ഒറ്റയ്ക്കായിരിക്കെ അയാൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങിയത് മിക്കവാറും ചെറുക്കൻ വിട്ടുപോയ ശേഷമാണ്. പക്ഷെ അയാൾക്ക് ഓർമ്മയില്ല. അയാളും ചെറുക്കനും ഒരുമിച്ച് മീൻ പിടിക്കുമ്പോൾ അവർ സാധാരണയായി സംസാരിച്ചിരുന്നത് ആവശ്യത്തിന് മാത്രമായിരുന്നു. അവർ രാത്രി നേരങ്ങളിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ കോളുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തപ്പോൾ കടലിൽ അനാവശ്യമായി സംസാരിക്കാതിരിക്കുക എന്നത് ഒരു ധർമ്മമെന്ന് കരുതപ്പെട്ടിരുന്നു. വൃദ്ധന് എല്ലായ്പ്പോഴും അതെങ്ങനെയെന്ന് കരുതി അതിനെ മാനിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾ തന്റെ അന്തർഗതങ്ങൾ പലവരു ഉറക്കെ പറഞ്ഞു. അവ അലോസരപ്പെടുത്താനായി അവിടെ ആരും തന്നെ ഇല്ലെന്ന നിലയ്ക്ക്. ഞാൻ ഉച്ചത്തിൽ പറയണത് മറ്റുള്ളവർ കേട്ടാൽ അവര് വിചാരിക്കും എനിക്ക് കിറുക്കാണെന്ന് അയാൾ ഒച്ച ഉയർത്തി പറഞ്ഞു. പക്ഷേങ്കില് എനിക്ക് കിറുക്കില്ലാത്തതുകൊണ്ട് ഞാനത് വകവയ്ക്കുന്നില്ല. കാശുകാർക്ക് വള്ളങ്ങളിൽ റേഡിയോകളുണ്ട്. അവരോട് സംസാരിക്കാനും ബേസ്ബോളിന്റെ വിവരങ്ങൾ അറിയിക്കാനും. ഇത് ബേസ്ബോളിനെ പറ്റി ആലോചിക്കാനുള്ള നേരമല്ല, അയാൾ ചിന്തിച്ചു. ഒരു കാര്യം മാത്രം ആലോചിക്കാനുള്ള നേരമാണിത്. ഞാൻ ജനിച്ചതെന്തിനോ അതിനെപ്പറ്റി. ആ മീൻ പുലപ്പിനടുത്തെങ്ങോ വലിയ ഒരുത്തനുണ്ട്, അയാൾ സങ്കല്പിച്ചു. ഞാൻ പിടിച്ചത് തീറ്റയ്ക്കിറങ്ങിയ ആൽബക്കോറുകളിൽ നിന്ന് കൂട്ടം തെറ്റിയ ഒന്നിനെ മാത്രം. അവയുടെ ഉദ്യമം അസാധാരണ മട്ടിലും നന്നേ വേഗത്തിലുമാണ്. ഇന്ന് ജലനിരപ്പിൽ കാണുന്നതൊക്കെയും നീങ്ങുന്നത് അതിദ്രുതമാണ്, വടക്കു കിഴക്കോട്ടും. ഈ നേരത്തിന്റെ സവിശേഷതയാണോ? അതല്ല. അന്തരീക്ഷാവസ്ഥയുടെ എനിക്കറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും സൂചനയോ? നീലക്കുന്നുകളുടെ മഞ്ഞുമൂടിയ കണക്കെ വെളുവെളുത്ത നെറുകുകളും അവയ്ക്കുപരി ഔന്നത്യമേറിയ ഹിമപർവ്വതങ്ങളിൽ തോന്നിപ്പിക്കുന്ന മേഘങ്ങളുമല്ലാതെ തീരത്തിന്റെ പച്ചനിറം ഇപ്പോഴയാൾക്ക് ദർശനീയമായില്ല. കടൽ വല്ലാതെ ഇരുണ്ടിരുന്നു. പ്രകാശം ജലത്തിൽ മുപ്പട്ട കണ്ണാടികൾ തീർത്തു. ഒഴുകി നീങ്ങുന്ന ജീവജാലങ്ങളുടെ അസംഖ്യം പൊട്ടുകളെ ഉയർന്നു നിൽക്കുന്ന സൂര്യൻ ഇതിനകം ഇല്ലാതാക്കിയിട്ടുണ്ട്. നീലജലത്തിലെ വലുതും ഗഹനവുമായ മുപ്പട്ട കണ്ണാടികൾ മാത്രം വൃദ്ധനിപ്പോൾ കണ്ടു. ഒരു നാഴികയാഴമുള്ള വെള്ളത്തിലേക്ക് നേരെ ആഴ്ന്നുപോയ ചൂണ്ടച്ചരടുകൾക്കൊപ്പം. ചൂര വിൽപ്പനയ്ക്ക് ചെല്ലുമ്പോഴോ ചൂണ്ടയിരകൾക്കായുള്ള കൊടുക്കൽ വാങ്ങലിനോ മാത്രം ഇനംതിരിച്ച് പേരുകൾ പറയാറുള്ള മീൻപിടുത്തക്കാർ ആ ജാതി മീനുകളെയൊക്കെ ചൂരയെന്നാണ് വിളിക്കുക. പിന്നെയും അടിയിലുണ്ടായിരുന്നു. സൂര്യൻ ഇപ്പോഴേക്ക് ചൂടായി കഴിഞ്ഞിരുന്നു. വൃദ്ധൻ അത് കഴുത്തിൽ അനുഭവപ്പെട്ടു. വള്ളം തുഴയുമ്പോൾ പിൻപുറത്തുകൂടെ വേർപ്പ് ഒലിച്ചിറങ്ങുന്നതറിഞ്ഞു. എനിക്ക് ചുമ്മാ തെന്നിപ്പോകാവുന്നതേയുള്ളൂ, വൃദ്ധന് തോന്നി. ഒരു ചൂണ്ടച്ചരട് കാൽവിരലിൽ ഉണർത്തുന്നതിനായി ചുറ്റി കുറച്ചൊന്ന് ഉറങ്ങുകയുമാവാം. പക്ഷെ ഇന്നേക്ക് 85 നാളായി. ഇന്ന് ഞാനൊരു കോളുണ്ടാക്കണം. അതേ നേരത്ത് ചൂണ്ടച്ചരടുകൾ നിരീക്ഷിച്ചതും ഉന്തി നിൽക്കുന്ന പച്ചയായ ചുള്ളിക്കോലുകളിലൊന്ന് പൊടുന്നനെ താഴുന്നത് അയാൾ ശ്രദ്ധിച്ചു. അതെ, അയാൾ പറഞ്ഞു. അതുതന്നെ. വള്ളമുലയാതെ അയാൾ തുഴകൾ നിശ്ചലങ്ങളാക്കി. ചൂണ്ടച്ചരടിന് കൈനീട്ടി അത് പതുക്കെ വലത് കൈയുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ പിടിച്ചു. ആയാസമോ കനമോ തോന്നിയില്ല. അതയാൾ ലാഘവത്തോടെ പിടിച്ചു. അപ്പോഴത് പിന്നെയും ഉണ്ടായി. ഇത്തവണ സാരമായതോ കനത്തതോ അല്ല, അനിശ്ചിതമായ ഒരു വലി. അത് കൃത്യമായും എന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു. 100 ആളാഴത്തിൽ ഒരു മാർലിൻ ചൂണ്ടയുടെ കൂർപ്പും നീളൻ ഭാഗവും പൊതിഞ്ഞ മത്തി തിന്നുകയാണ്. കൈകൊണ്ടുണ്ടാക്കിയ ചൂണ്ട ചെറിയ ചൂരയുടെ തലയിൽ നിന്നും തള്ളി നിൽക്കുന്നത് അവിടെ. ഇടതു കൈകൊണ്ട് അവധാനതയോടെയും സാവധാനത്തിലും ചൂണ്ടച്ചരട് പിടിച്ച് വൃദ്ധനത് വടിയിൽ നിന്നും അഴിച്ചുവിട്ടു. മീനിന് ഒട്ടും മുറുക്കം തോന്നാതെ അയാൾക്കിപ്പോൾ ചരട് വിരലുകളിലൂടെ നീക്കാനാവും. ഇത്രയും ദൂരെ അവൻ ഈ മാസത്തിൽ ഊക്കനായിട്ടുണ്ടാവും, അയാൾ വിലയിരുത്തി. അവയെ തിന്ന്, മീനെ തിന്ന്, ഇഷ്ടത്തോടെ തിന്ന്. എത്ര പച്ചയാണവ! നീയാണേൽ 600 അടി താഴ്ചയിൽ തണുതണുത്ത വെള്ളത്തിലും ഇരുളിലും. ഒരു വട്ടം കൂടി ഇരുളിൽ കറങ്ങി തിരികെ വാ, എന്നിട്ട് അവയെ തിന്ന്. അയാൾ നേർത്തൊരു വലിച്ചിലറിഞ്ഞു. പിന്നെ ഒരു ചൂണ്ടയിൽ നിന്നും മത്തിയുടെ തല വേർപെടുത്താൻ വിഷമിച്ചപ്പോഴാവാം ഊക്കോടെ ഒരു വലി. അത് കഴിഞ്ഞൊന്നും ഉണ്ടായില്ല. വരൂന്നേ, വൃദ്ധൻ വിളിച്ചു പറഞ്ഞു. ഒന്നൂടെ നോക്ക്. ചുമ്മാ മണക്കവറ്റിയേ. കാണാൻ നല്ല ചേലില്ലേ? വേഗം തിന്നാൽ അവിടെ ചൂരയുണ്ട്, കട്ടിയുള്ളതും തണുത്തതും ചേലുള്ളതും. നാണിക്കാതെ മീനെ, അതപ്പിടി തിന്ന്. പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ചൂണ്ടച്ചരടോടെ അയാൾ കാത്തു, അതിനെയും മറ്റു ചരടുകളെയും ഒപ്പം നിരീക്ഷിച്ചുകൊണ്ട്. മീൻ മുകളിലേക്ക് നീന്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ താഴോട്ട്. അപ്പോൾ അതേ നേർത്ത വലിയുടെ സ്പർശം പിന്നെയും. അവനത് ശാപ്പിടും, വൃദ്ധൻ ഉറക്കെ പറഞ്ഞു. അതിന് കിട്ടട്ടെ ദൈവസഹായം. എന്നാലും അവൻ ശാപ്പിട്ടില്ല. അവൻ പോയിക്കഴിഞ്ഞിരുന്നു. വൃദ്ധന് ഒന്നും അനുഭവപ്പെട്ടില്ല. അവന് പോകാനാവില്ല, അയാൾ പറഞ്ഞു. അവന് പോകാനാവില്ല എന്ന് ക്രിസ്തുവിനറിയാം.
അവനൊരു കറക്കത്തിലാവും. ഒരുപക്ഷെ മുമ്പെങ്ങാനും അവൻ ചൂണ്ടയിൽ കുരുങ്ങിയിരിക്കാം. അതിന്റെ ചില കാര്യങ്ങൾ അവൻ ഓർമ്മിക്കുന്നുണ്ടാവണം. അടുത്ത നിമിഷത്തിൽ സൗമ്യമായൊരു തൊടൽ ചൂണ്ടച്ചരടിൽ അറിഞ്ഞ് അയാൾ സന്തുഷ്ടചിത്തനായി. അതവന്റെ ചുറ്റിത്തിരിയൽ മാത്രമായിരുന്നു, അയാൾ ചൊല്ലി. അവനത് ശാപ്പിട്ടത് തന്നെ. ലഘുവായ വലിച്ചിലിൽ അയാൾക്ക് സന്തോഷം തോന്നുകയുണ്ടായിരുന്നു. പിന്നെ കടുപ്പമുള്ളതും അവിശ്വസനീയമാം വിധം കനമുള്ളതുമായ എന്തോ അനുഭവവേദ്യമായി. അത് മീൻകനമായിരുന്നു. 2 കരുതൽ ചുറ്റുകളുള്ളതിൽ ആദ്യത്തേത് ചുരുൾ നിവർത്തി അയാൾ ചരട് താഴോട്ടേക്കായി അയച്ചുവിട്ടു. അത് വിരലുകൾക്കിടയിലൂടെ പതുക്കെ ഊർന്നു പോകുമ്പോൾ പെരുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഞെരുക്കം മിക്കവാറും ഗ്രഹിക്കാനാവാത്തതായിരുന്നെങ്കിലും അയാൾക്കിപ്പോഴും വലിയ കനമറിയാൻ കഴിഞ്ഞു. ഇതെന്തൊരു മീനാണ്, അയാൾ ഉദീകരണം ചെയ്തു. അതിപ്പോൾ അവൻ്റെ വായ്ക്കോണുകളിലാണ്. നീങ്ങിപ്പോവുക അതും കൊണ്ട്. അവൻ തിരിഞ്ഞ് ഇനിയത് വിഴുങ്ങും. അയാൾ കണക്കുകൂട്ടി. അയാൾ അങ്ങനെ പറഞ്ഞില്ല. എന്തെന്നാൽ അയാൾക്കറിയാം, ഒരാളൊരു നല്ല കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കില്ലെന്ന്. ആ മീൻ എത്ര വലുതാണെന്ന് അയാൾക്ക് ഊഹിക്കാനായി. വായ്ക്കുള്ളിൽ കുറുകെ ചൂരയെ ഒതുക്കി നിർത്തി ഇരുളിലൂടെ നീങ്ങി അകലുന്ന അവനെ അയാൾ മനസ്സിൽ കണ്ടു. അന്നേരത്ത് അവൻ ചലിക്കാതായെന്ന് അയാൾക്ക് ബോധ്യമായി. പക്ഷേ കനം അതേപടി. പിന്നെ കനമേറിയതോടെ അയാൾ കൂടുതൽ ചരട് നീട്ടി. അയാൾ തന്റെ തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും സമ്മർദ്ദം മുറുക്കി. ഒരു നിമിഷം കനം പിന്നെയും അധികമായി. മീൻ നേരെ കീഴ്പോട്ട് പോവുകയായിരുന്നു. അവനതകത്താക്കിയിട്ടുണ്ട്, അയാൾ പറഞ്ഞു. ഞാനവനെ അത് നന്നായി തിന്നാൻ വിടും. വിരലുകൾക്കിടയിലൂടെ ചരട് നീങ്ങാൻ അനുവദിച്ചുകൊണ്ട് അയാൾ ഇടതുകരം നീട്ടി മറ്റേ ചരടിന്റെ കരുതലായുള്ള നൂൽചുറ്റുകളുടെ കണ്ണിയോട് സ്വതന്ത്രമായ അറ്റം ചേർത്തുകെട്ടി. അയാളിപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. അയാൾക്കിനിയും 340 ആളാഴം ചരടുപുറ്റ് കരുതലായുണ്ട്. താൻ ഉപയോഗിക്കുന്ന ചരടിന് പുറമെ. ഇച്ചിരി കൂടി തിന്ന്, അയാളുടെ കൊഞ്ചും മൊഴിയുണ്ടായി. തിമിർത്ത് തിന്ന്, അത് തിന്നിട്ട് വേണം ചൂണ്ടമുന നിന്റെ ഹൃദയത്തിലേക്ക് കേറിച്ചെല്ലാനും നിന്നെ കൊല്ലാനും, അയാൾ ഉള്ളാലെ പറഞ്ഞു. എളുപ്പം കേറി വാ, എന്റെ ചാട്ടുളി ഉള്ളിലേക്ക് എറിയാൻ സമ്മതിച്ചു. താ ശരി, നീ തയ്യാറാണോ? തീറ്റയ്ക്ക് വേണ്ടത്ര സമയം കിട്ടിയോ നീ? ഇപ്പോൾ ശരിയാക്കാം, അയാൾ ഉച്ചത്തിൽ പറഞ്ഞ് 2 കൈകൊണ്ട് മൂക്കോടെ വലിച്ച് ചരടിന്റെ 3 അടി നേടി. അനന്തരം പിന്നെയും വലിച്ചു. കൈകൾ മുഴുവൻ ശക്തിയോടെ ചരടിൽ മാറി മാറി പിടിച്ചും ദേഹഭാരമാകെ ചേർത്തും യാതൊന്നും സംഭവിച്ചില്ല. മീൻ പതുക്കെ നീങ്ങി അകന്നു. വൃദ്ധന് അതിനെ 1 ഇഞ്ച് പോലും പൊക്കാനായില്ല. അയാളുടെ ചരട് ബലമുറ്റതും കനത്ത മീനുകൾക്കായി ഉണ്ടാക്കപ്പെട്ടതുമായിരുന്നു. അയാളത് പുറത്ത് ചേർത്തു പിടിച്ചു. നീർത്തുള്ളികൾ തെറിപ്പിക്കുവോളം അത്ര വലിഞ്ഞു മുറുകി. പിന്നെ അത് വെള്ളത്തിലൊരു നേർത്ത ശീൽക്കാര ശബ്ദമുണ്ടാക്കി. വള്ളത്തിൽ കുറുകെയായുള്ള ഇരിപ്പിടത്തിന് സ്വയം ബലം പകർന്ന് വലിക്കെതിരായി ചാഞ്ഞ് അയാളത് പിടിച്ചു. വള്ളം സാവധാനത്തിൽ വടക്കു പടിഞ്ഞാറോട്ട് നീങ്ങുകയായി. മീൻ നിർത്താതെ ഗതി തുടർന്നു. ശാന്തജലത്തിലൂടെ അവർ മെല്ലെ യാത്ര പോയി. മറ്റു ചൂണ്ടയിരകൾ അപ്പോഴും വെള്ളത്തിലുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാനില്ലായിരുന്നു. ചെറുക്കനൊപ്പമുണ്ടായിരുന്നെങ്കിലെന്ന് ആശിക്കുക, വൃദ്ധൻ ശബ്ദമുയർത്തി പറഞ്ഞു. എന്നെ ഒരു മീൻ വലിച്ചോണ്ട് പോവുകയാ. ഞാൻ വലിച്ചോണ്ട് പോണ തടിക്കഷ്ണം എനിക്ക് ചരട് വലിച്ചു മുറുക്കാനാവും. പക്ഷേങ്കില് അന്നേരത്ത് അവൻ അത് പൊട്ടിക്കും. കഴിയുവോളം അവനെ പിടിച്ചു നിർത്തണം. അവന് വേണ്ടപ്പോ ചരട് അയച്ചു കൊടുക്കണം. അവൻ നേരെ പോവുകയാ, താഴേക്കല്ല. ദൈവത്തിന് നന്ദി. അവൻ ആഴത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചാൽ ഞാൻ എന്തോ ചെയ്യും, എനിക്കറിയില്ല. അവൻ ആഴം നോക്കി ചെന്ന് ചാവുകാണയിൽ ഞാൻ എന്തോ ചെയ്യും, അതും അറിയില്ല. പക്ഷേങ്കില് ഞാൻ എന്തേലും ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ 100. അയാൾ ചരട് പുറത്ത് ചേർത്ത് പിടിച്ച് വെള്ളത്തിലെ അതിന്റെ ചരിവ് ശ്രദ്ധിച്ചു. വള്ളം ചിട്ടയോടെ വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുകയാണെന്നതും. ഇതവനെ കൊല്ലും, വൃദ്ധൻ ആശങ്കപ്പെട്ടു. ഇതവന് എന്നേക്കും ചെയ്യാനാവില്ല. എന്നാൽ 4 മണിക്കൂറിന് ശേഷവും മീൻവള്ളവും വലിച്ചോണ്ട് കടലിലൂടെ അവിശ്രമം നീങ്ങുകയായിരുന്നു. വൃദ്ധൻ അപ്പോഴും തന്റെ പുറത്ത് ചൂണ്ടച്ചരടുമേറ്റി ശക്തിയോടെ നിലകൊള്ളുകയും. ഞാനവനെ ചൂണ്ടയിൽ കുരുക്കിയത് ഉച്ചനേരത്ത്, അയാൾ പറഞ്ഞു. പക്ഷേങ്കില് ഞാനവനെ ഇനിയും കണ്ടിട്ടില്ല. മീനിനെ കെണിക്കുന്നതിന് മുൻപായി അയാൾ തന്റെ വൈക്കോൽ തൊപ്പി തലയിൽ ഇറുകെ താഴ്ത്തിയിരുന്നു. അതിപ്പോൾ നെറ്റി പിളർക്കും പോലെ. ദാഹിക്കുന്നുമുണ്ടായിരുന്നു അയാൾക്ക്. മുട്ടുകുത്തി ചരടനങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചും കൊണ്ട് അയാൾ എത്താവുന്നിടത്തോളം അണിയത്തേക്ക് നീങ്ങി വെള്ളത്തിന്റെ കുപ്പി ഒരു കൈയാൽ എടുത്തു. അത് തുറന്ന് ഒരിത്തിരി കുടിച്ചു. എന്നിട്ട് അണിയത്തിനെതിരെ ചാഞ്ഞ് സ്വസ്ഥത കൊണ്ടു. ചുരുൾ നിർത്താത്ത പായ്മരത്തിലും പായയിലും ഇരുന്ന് വിശ്രമിക്കെ ഒന്നും ഓർക്കാതിരിക്കാനും ക്ഷമ പുലർത്താനും യത്നിച്ചു. പിന്നെ അയാൾ തന്റെ പുറകോട്ട് നോക്കി. കര കാണാനില്ലായിരുന്നു. അതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. അയാൾ വിചിന്തനം ചെയ്തു. എനിക്കിപ്പോഴും ഹവാനയുടെ തിളക്കത്തിലേക്ക് എത്തിച്ചേരാനാകും. സൂര്യൻ മറയാൻ ഇനി 2 മണിക്കൂർ കൂടി. അതിനു മുമ്പ് അവൻ മീതേക്ക് വന്നേക്കും. ഇല്ലേൽ ചന്ദ്രോദയത്തിൽ. അങ്ങനെ അവൻ ചെയ്യാത്ത പക്ഷം നാളെ ഉദയത്തോടെ. എനിക്ക് പേശികൾ ഒട്ടും നോവുന്നില്ല. ഉൾക്കരുത്ത് തോന്നുന്നുമുണ്ട്. വായിൽ ചൂണ്ടയുള്ളത് അവനാണ്. എന്നിട്ടും ഇങ്ങനെ വലിക്കുന്നെങ്കിൽ എന്തൊരു മീൻ! ശ്ലാഘയിൽ മുറുകെ വായ പൂട്ടിയിട്ടിരിക്കാവും അവൻ. അവനെ കാണാൻ പറ്റിയെങ്കിൽ ഒറ്റത്തവണയെങ്കിലും എനിക്കെതിരെ എന്താണുള്ളതെന്നറിയാൻ.